ഹായ് ഓൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു സ്പെഷ്യൽ വിഭവമാണ്. കണ്ടാൽ തന്നെ മനസ്സിലാവും, സൂപ്പർ ടേസ്റ്റുള്ള ഒരു ഐറ്റം തന്നെയാണ്. രാവിലത്തേക്കാണെങ്കിലും വൈകുന്നേരത്തേക്കാണെങ്കിലും പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണിത്. ഈ സ്നാക്ക് തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ പത്തിരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് അമീസിൻ്റെ പത്തിരിപ്പൊടിയാണ്, പുയിങ്ങലരിപ്പൊടിയാണ് ഇത്. 1 കപ്പ് പത്തിരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കുഴച്ചെടുക്കാൻ ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ല സോഫ്റ്റ് ആയിട്ട് ഇതൊന്ന് കുഴച്ചെടുക്കാം. ഇനി തയ്യാറാക്കി വെച്ച മാവെടുത്ത് ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. 2 പീസ് ശർക്കര കുറച്ച് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഇത് നന്നായി മെൽട്ടായി വന്നാൽ ഇതിലേക്ക് 1/2 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കാം. പിന്നെ 1/4 ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് ശർക്കരപ്പാനി റെഡിയാക്കി എടുത്തത്. ഇതേപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊരു സ്റ്റീമറിൽ വെച്ച് വേവിച്ചെടുക്കാം. ഏകദേശം ഇതൊരു 10 മിനിറ്റ് കൊണ്ട് റെഡിയായി കിട്ടും. ചെറിയ ചെറിയ ബോൾസ് ആക്കി ഉരുട്ടിയെടുക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റ്. ഇനി ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച തേങ്ങാ മിക്സിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായി ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നോർമലി ഇതെല്ലാവരും ഉണ്ടാക്കാറ് ഇതിൻ്റെ ഉള്ളിൽ തേങ്ങാ മിക്സ് ഫില്ല് ചെയ്തെടുത്തിട്ടാണ്. ഇത് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയ ഒരു എളുപ്പ വഴിയാണ്. ശർക്കരപ്പാനിയിൽ വെള്ളം ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് വറ്റിച്ചെടുക്കണം. നല്ലോണം ഒന്ന് കുറുക്കിയെടുക്കാം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ. ഇതിപ്പോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെയാണ്. ഈ ഒരു സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഇൻഷാ അല്ലാ.